So at Infosys, we are actually around 10,000 people now, close to fifth largest development center across Infosys. Actually, we used to be called as one of the smallest development centers, and in less than 15 years, actually, we came up to fifth position there. And thanks to the state and the entire facilities available around. Then I also want to iterate one point. Actually, everybody talked about zero disruption day. Within Infosys, whenever any client visit happens, we say that we are the only development center among all timers in Infosys who has not lost a single day. And I see that client appreciating that fact because there's a perception they come and the reality is actually different. ഇൻഫോസിസിൻ്റെ സീനിയർ പ്രോഗ്രാം മാനേജറായ ഷിബിൽ ജോസിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറയുകയാണ്, ഇൻഫോസിസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു തൊഴിൽ ദിനം പോലും നഷ്ടപ്പെടാത്ത സെൻറ്റർ കേരളത്തിലെ സെൻറ്ററുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര ഇമ്പോർട്ടൻറ്റ് സെൻറ്ററാണ് ഇൻഫോസിസിന് കേരളമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിനെക്കുറിച്ച് തങ്ങൾക്ക് ലഭിക്കുന്ന ക്ലയൻറ്റുകളോട്, തങ്ങളുടെ ഉപഭോക്താക്കളോട് ഈ കാര്യം പറയുമ്പോൾ അവർ ആശ്ചര്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം വെച്ചാൽ പൊതുബോധത്തിനുള്ള നെറേറ്റീവ് ഇതിനെതിരാണ്. കേരളത്തിൽ തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകാറുണ്ട് എന്നതാണ് നെറേറ്റീവ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു അന്താരാഷ്ട്ര ഭീമൻ്റെ സെൻറ്റർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ആ സെൻറ്ററിന് ഇതുവരെ ഒരു തൊഴിൽ ദിനം പോലും നഷ്ടമായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം സുരക്ഷിതമാണ് കേരളത്തിൽ വ്യവസായം നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. ഈ കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ഒരുപാട് സംസാരിക്കേണ്ട കാര്യമാണ്. ഇതിനെക്കുറിച്ച് മന്ത്രി പി രാജീവ് തന്നെ എഴുതുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇന്ത്യയിൽ ഒരു ദിവസം പോലും എന്തെങ്കിലും ഒരു കാരണത്താൽ തൊഴിൽ നഷ്ടം വരാത്ത ഇൻഫോസിസിൻ്റെ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എവിടെയാണെന്നറിയാമോ? നമ്മുടെ കേരളത്തിലാണ്. ഇത് പറയുന്നത് ഇൻഫോസിസിൻ്റെ സീനിയർ പ്രോഗ്രാം മാനേജർ ശ്രീ ഷിബിൽ ജോസ് ആണ്. ഇൻഫോസിസിലെത്തുന്ന ക്ലയൻസിനോട് അവർ അഭിമാനത്തോടെ പറയുമ്പോൾ അവർ ആശ്ചര്യപ്പെടുകയാണെന്നും ഷിബിൽ പറയുന്നു. കാരണം നാളിതുവരെ കേരളത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു വലിയ കുപ്രചരണം തകർന്നു വീഴുകയാണ് അവിടെ. കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ വലിയ കമ്പനികളെല്ലാം മുന്നോട്ട് വരികയാണ്. ഇതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയാണ് ഇനി വേണ്ടത്. ഈ നിലയിൽ കേരളം തയ്യാറാണെന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ, പോസിറ്റീവായ ഒരു അന്തരീക്ഷം നിർമ്മിച്ചെടുക്കാൻ മാധ്യമങ്ങൾ കൂടി കേരളത്തിനൊപ്പം നിൽക്കണമെന്നും പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അതിന് അവസാനത്തെ ലൈനാണ് ഇതിലെല്ലാം പ്രധാനപ്പെട്ട കാര്യം. ഷിബിൽ ജോസ് പറയുന്നതിനേക്കാളും, ഇൻഫോസിസിൻ്റെ സീനിയർ പ്രോഗ്രാം മാനേജറായ ഷിബിൽ ജോസ് പറയുന്നതിനേക്കാളും, വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നതിനേക്കാളും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് മന്ത്രി പി രാജീവ് ഏറ്റവും അവസാനം പറയുന്നത്. അതിങ്ങനെയാണ്, ഈ നിലയിൽ കേരളം തയ്യാറാണെന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ, പോസിറ്റീവായ ഒരു അന്തരീക്ഷം നിർമ്മിച്ചെടുക്കാൻ മാധ്യമങ്ങൾ കൂടി കേരളത്തിനൊപ്പം നിൽക്കണം. മാധ്യമങ്ങൾ കേരളത്തിനൊപ്പം നിൽക്കണം. അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇതിനെക്കുറിച്ച് മുൻപ് ഒരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥനും ദുരന്ത നിവാരണ വിദഗ്ധനുമായ മുരളി തുമ്മാരോട് പറയുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾ വലിയ നെഗറ്റീവാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്താറുള്ള കാര്യം വ്യക്തവുമാണ്. അതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയാണ് തുമ്മാരോട് പറഞ്ഞത്, നെഗറ്റീവ് വാർത്തകളാണ് നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ കൂടുതൽ നൽകുന്നത്. നെഗറ്റീവ് വാർത്തകൾ നൽകേണ്ടത് തന്നെയാണ്, പക്ഷേ അത് മാത്രമായി പോകരുത്. അതാണ് തുമ്മാരോട് പറഞ്ഞത്. നമുക്ക് ഒരുപാട് ഉദാഹരണമുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ പദ്ധതിയായിരുന്നു സംരംഭക വർഷം പദ്ധതി. ആ പദ്ധതിക്കെതിരായിട്ട് സംസ്ഥാനത്തെ ഒരു പ്രമുഖ ദിനപത്രവും അതിൻ്റെ ചാനലിനോട് ചേർന്ന് ഒരുപാട് വാർത്ത ശ്രമിച്ചതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ പോർട്ടലിന് അവസാനം സത്യം പറയേണ്ടി വന്നു എന്നത് ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുമാണ്. അപ്പോൾ അവസാനം പറഞ്ഞ ആ രണ്ടിൽ, പി രാജീവ് പറഞ്ഞ അവസാനത്തെ രണ്ടിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. കേരളം തയ്യാറാണെന്നുള്ള പോസിറ്റീവ് പൊതുബോധം വരുത്താൻ വേണ്ടി മാധ്യമങ്ങളും കൂടെ നിൽക്കണം. മാധ്യമങ്ങൾ സംസ്ഥാനത്തിന് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നഷ്ടം CPM-നോ പി രാജീവിനോ അല്ല, നഷ്ടം സംസ്ഥാനത്തിനും മലയാളികൾക്കുമാണ്. അത് മലയാളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പി രാജീവ് പറയുന്നത്. അതിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇൻഫോസിസിൻ്റെ സീനിയർ പ്രോഗ്രാം മാനേജർ പറഞ്ഞത്, ഒരു തൊഴിൽ ദിനം പോലും അവർക്ക് നഷ്ടമായിട്ടില്ല. സംസ്ഥാനത്തിനെക്കുറിച്ചുള്ള സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തുമുള്ള പൊതു നറേറ്റീവിന് വിരുദ്ധമാണ് ഈ യാഥാർത്ഥ്യം. അത് ഒരുപാട് അടുത്തുണ്ട്. ഇത് ഇദ്ദേഹം മാത്രമല്ല പറഞ്ഞത്. നേരത്തെ IBSൻ്റെ ഏറ്റവും വലിയ എയർലൈൻ സോഫ്റ്റ്വെയർ കമ്പനികളിലൊന്നായിട്ടുള്ള IBSൻ്റെ മാത്യൂസും, അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള മാത്യൂസും ഈ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച തീരുമാനങ്ങളൊന്നായിരുന്നു സംസ്ഥാനത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. സംസ്ഥാനത്ത് ഒരുപാട് വ്യവസായ വിദഗ്ധന്മാർ ഈ കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, തുടർച്ചയായിട്ട് സംസ്ഥാനത്തോട് വെളിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റും തൊഴിൽ അവസരങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 1 മില്യണിലധികം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റ് വേൾഡ് ട്രേഡ് സെൻറ്റർ
തിരുവനന്തപുരത്ത് വരാനും പോകുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും അതിൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്റർ നിർമ്മിക്കാൻ പോകുന്ന ബ്രിഗേഡ് ഗ്രൂപ്പുമായിട്ട് ഒപ്പുവെക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് അങ്ങനെ ഒരുപാട് വലിയ കാര്യം പറയുന്നു. മാത്രമല്ല നയപ്രഖ്യാപനത്തിൽ ഗവർണറെ കൊണ്ട് വായിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ കാര്യങ്ങളെ എടുത്തു പറയുന്നുമുണ്ട്. അപ്പോൾ ഇനി മാറേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളാണ്. ഇതുപോലത്തെ ഷിബിൽ ജോസിനെ പോലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് സംസ്ഥാനത്ത് ചർച്ചയാവേണ്ടത്. അല്ലാതെ സംസ്ഥാനത്ത് ഒരു സംരംഭം അത് ചിലപ്പോൾ ഒന്ന് അടച്ചു പോയി കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് അടച്ചു പോയി എന്ന് പറഞ്ഞു അതിൻ്റെ ശവം തോണ്ടിയെടുത്ത് ചർച്ച നടത്തുകയല്ല സംസ്ഥാനം വേണ്ടത്. സംസ്ഥാനം സക്സസ്ഫുള്ളായ സംരംഭങ്ങൾ അത് കൂടുതൽ സംസ്ഥാനത്തിനുള്ളിലേക്കും സംസ്ഥാനത്ത് പുറത്തേക്കും എത്തിക്കുകയാണ് വേണ്ടത്. പോസിറ്റീവായ കാര്യങ്ങളാണ് വാർത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ് മന്ത്രി പി രാജീവ്.